ഹലോ ഗായ്സ്, ഞാൻ ആര്യ കൃഷ്ണ. ഞാൻ ആഷിമ. നമ്മൾ ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലത്തെ സ്റ്റുഡൻസ് ആണ്. ഇപ്പോൾ തേർഡ് ഇയർ ആയി. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യാനായിട്ട് വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ LBCൻ്റെ അഡ്മിഷനൊക്കെ നടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ് എത്ര ഇൻഡെക്സ് മാർക്ക് ഉണ്ടെങ്കിലാണ് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ്, അത് കഴിഞ്ഞ വർഷം എത്ര മാർക്കിലാണ് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഇൻഡെക്സ് മാർക്ക് വന്നതാണ്, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും +2 മാർക്ക് വെച്ചിട്ടാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേർക്ക് ഒരേ മാർക്ക് വരും, പക്ഷേ അവരുടെ റാങ്ക് വ്യത്യാസപ്പെടുന്നതെന്ന് പറഞ്ഞാൽ വേറെ സബ്ജക്റ്റിൻ്റെ മാർക്ക്, +1ൻ്റെ മാർക്ക്, പിന്നെ ഏത് ഇയറാണ് അവർ പാസ് ഔട്ടായത്, അങ്ങനെയുള്ള പ്രയോറിറ്റി വെച്ചിട്ട് നോക്കും. കേരളത്തിൽ 14 ഗവൺമെൻറ് നഴ്സിംഗ് കോളേജസാണ് ഉള്ളത്. അപ്പോൾ 2024 ഏറ്റവും കുറവ് എത്ര ഇൻഡെക്സ് മാർക്ക് വരെയാണ് ആ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതെന്നുള്ള ഒരു ലിസ്റ്റാണിത്. കാറ്റഗറി വൈസ് നോക്കുവാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് ഉണ്ട്, ഈഴവ ഉണ്ട്, EW ഉണ്ട്, മുസ്ലിം ഉണ്ട്, SC ഉണ്ട്, ST ഉണ്ട്, അങ്ങനെ കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഓരോ കാറ്റഗറിയിലും ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ എടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ്, അതായത് മാർക്കിൻ്റെ ബേസിസിൽ മാത്രം അഡ്മിഷൻ ഏറ്റവും കുറവ്, അതായത് 300 മാർക്ക് കിട്ടിയ കുട്ടിക്കാണ് അവിടെ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. പിന്നെ SC എടുത്താൽ 295 മാർക്ക്, അതായത് 295 മാർക്ക് കിട്ടിയ ഏറ്റവും കുറവ് അത്രയും കിട്ടിയ കുട്ടിക്ക് മാത്രമേ അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളൂ. ST എടുക്കുകയാണെങ്കിൽ 281 അതുവരെ, അതായത് 281 മാർക്ക് വരെ ഇൻഡെക്സ് മാർക്ക് കിട്ടിയ ആൾക്ക് മാത്രമാണ് അവിടെ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അതിൽ കുറവ് മാർക്ക് കിട്ടിയ ആർക്കും അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടില്ല. 2025 കുറച്ച് വ്യത്യാസം വരാം. ഇപ്പോൾ 300 എന്നുള്ളത് ചിലപ്പോൾ 298 ആവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം.